ഈ രണ്ടെണ്ണം ഞാൻ അതിന്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ടൊന്നും ചോദിക്കണ്ട, ഒറിജിനലാണ്. നിങ്ങൾക്ക് ആർക്കും വന്ന് മറിച്ച് നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നു, ഹു ഇസ് ദിസ്? ആരാടോ ഇത്? മൻഹാദാ? ആരാ ഇത്? ഈ ചോക്കും പാലക്കൽ ചോക്കും പൂക്കും പാലക്കൽ പോക്കും ആരാ ഇത്? ഹുസൈൻ സലഫി മറുപടി പറയണം. ആരാ ഇത്? ആരാ ഇത്? നിങ്ങൾ പറഞ്ഞ ഫളീലത്തു ശൈഖ് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പൂക്കും പാലക്കൽ പോക്കും, അത് ചുക്കുചോലക്കൽ ചേക്കുവും. എന്തുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പേര് മാറ്റി ഇസ്ലാഹിൽ എഴുതിയത്? മറുപടി പറയണം ഷാർജക്കാരൻ, മറുപടി പറയണം. അത് മൂപ്പര് ആശയാണ്. അങ്ങനെ നിങ്ങളെ തമാശക്ക് വിട്ട ഒരാളല്ല ഹുസൈൻ സലഫി കേട്ടോ. ഈ കുട്ടിക്കളിക്ക് ഞങ്ങൾക്ക് തരാനുള്ള ആളല്ല. നിങ്ങളെ കുട്ടിക്കളിക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ മതി. മനസ്സിലായില്ലേ? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ബേജാറും വേണ്ട. മൂപ്പര് വിചാരം ആ ഇസ്ലാം ആരും കണ്ടിട്ടില്ല എന്നാണ്. ഈ ഉള്ളവൻ പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട് ആ ലേഖനം. ആ ലേഖനം ആർക്കുള്ളതെന്നറിയോ? സമസ്തക്കാർക്കുള്ള മറുപടി ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി ആ രണ്ട് പേരുകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇവരെ ആളുകളെ വിചാരം ജബ്ബാർ മൗലവിന്റെ പേര് മാത്രം എഴുതുന്നതാണ്. ജബ്ബാർ മൗലവി ഒന്നുകിൽ എന്ത് ചെയ്യും, അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എന്ന് കൊടുക്കും. അധിക ലേഖനം അങ്ങനെയാണ്. അല്ലെങ്കിൽ PAJ തുറക്കൽ അങ്ങനെ കൊടുക്കും. അപ്പോ ചോദിക്കും എന്താ കൊടുക്കേണ്ടത്? അപ്പോ ചുക്കും ചോലക്കൽ ചേക്കു പൂക്ക് പോലക്കൽ പോക്കു, എന്താ മൊഴി അങ്ങനത്തെ പേര്, അത് മതി. എന്റെ പേരുമക്കാർ എന്റെ ലേഖനം വായിച്ച ഓൽക്കറി ഞാൻ എഴുതിയാണ് അവിടുത്തോളിന്നായി. ഈ നിലക്കും ഞങ്ങൾ തന്നെ ചോദിച്ചു കൊണ്ടാന്ന് അക്കാലത്ത് ഞങ്ങൾ എന്താണ് നല്ല രസമുള്ള സാധനമാണ്, എന്താ ഇങ്ങനെ, അത് മതി. അത്ര ആ ഒരു പേര് എന്നിട്ട് മൂപ്പര് പറയണത് അപ്പൊ നിങ്ങൾക്ക് അറിയും പിന്നെ എന്തിനാ നിങ്ങൾ ഈ കുട്ടികളിക്ക് നിൽക്കുന്നത്? ഇതാ പൊളെ എങ്ങനെ പൊളയെ വിടുക, കുമിള വിടുക. അനസ് മൗലവി ആയുസില്ല ഇനെ, അത് പൊളിഞ്ഞു. അതെങ്ങനെ പൊളിയറിയോ? എന്താ ശരിക്കും പൊളിച്ചര കേട്ടോളി. നിങ്ങളെ വിചാരം മൂപ്പര് വിചാരിച്ചെന്താ വെച്ചാല് ജബ്ബാർ മൗലവി ആകെ പേടിച്ച് പറച്ച് ഇനി എന്റെ പേര് കൊടുത്താൽ എന്തേലും ആകുമോ? പിന്നെ ജബ്ബാർ മൗലവിന്റെ പേരിൽ ആ ലേഖനം വന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഈ ശിർക്ക് പ്രചരിപ്പിച്ച അംർ ബിൻ ലുഹൈന്റെ പണിയെടുത്ത ആളെ കൊണ്ട് പിന്നെ എഴുതിക്കുകയാണോ എന്നൊക്കെ സമൂഹം വിചാരിക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് പേര് മാറി കൊടുത്തതാണ്. അത് നിങ്ങളെ വല്ലാത്ത പൂതിയാണ് അനസ് മൗലവി. അങ്ങനൊന്നും അല്ല. 4 പേര്, അതടക്കം 4 പേര് അൽ-ഇസ്ലാം എടുത്ത് പരിശോധിച്ചോളി. ഈ പേരുകളൊക്കെ കാണും. ശരി, ഇനി പൊളിച്ചരാം. അങ്ങനെ ജബ്ബാർ മൗലവി പേടിച്ചിട്ട് പേര് മാറ്റിയതാണെങ്കിൽ ഇത് 2009 കേട്ടോ, ഇത് 2009 വിചിന്തനം. 2008 2 വിചിന്തനം ഇവിടെ കാണിച്ചത് ആഗസ്റ്റ് ജൂലൈ ലക്കം. അത് കഴിഞ്ഞിട്ട് 2009 വിചിന്തനം പ്രാർത്ഥന നഗറുണ്ടാക്കി നരകം വാങ്ങരുത് PAJ തുറക്കൽ. ഹു ഈസ് ദിസ്? മൻ ഹാദാ? ഇത് ജബ്ബാർ മൗലവിയാണ്. PAJ തുറക്കൽ. മനസ്സിലായോ? അപ്പൊ എന്തേ? അത് ശിർക്കിന്റെ ആളാണെങ്കിൽ ആ ശിർക്കിന്റെ ആളെ ലേഖനം കൊടുത്ത വിചിന്തനത്തില് അത് ശരി, നിങ്ങൾക്ക് ഇത് വാദകല്ലേ? നിങ്ങൾ മറുപടി പറയണം. CD ടവർക്കാരെ ചോദിക്കണം, ഇവിടെ കാണിച്ച 2008 അൽ-ഇസ്ലാഹ് ആരാണോ ആ വ്യക്തി തന്നെയല്ലേ 2009 ഈ വിചിന്തനം കൈകാര്യം ചെയ്ത് ലേഖനം ചെയ്ത്? കണ്ടില്ലേ നിങ്ങള്? അപ്പൊ എന്തായാലും മറുപടി പൊളിഞ്ഞു. അതുമൊന്നും ആ കുമിളമൊന്നും എന്ത് ചെയ്യൂല അറിയോ? ഈ തൗഹീദ് തകരൂലേ. ഇതങ്ങനെ കുമിള കൊണ്ട് എറിഞ്ഞാലും വല്ല കല്ലുകൊണ്ട് എറിഞ്ഞാലും ദ്വാരവും പൊളിയണ സംഗതിയല്ല. ഇത് അള്ളാന്റെ ദീനിന്റെ അടിവേരാണ്, അടിത്തറയാണ്. അത് ഇളക്കാനും പൊളിക്കാനും തകർക്കാനും മക്കത്തെ മുശ്രിക്കിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അല്ല നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ പേടിപ്പിക്കണ്ട.